നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എയിൽ ലിസൺ എന്നും ബിയിൽ സൈലൻ്റ് എന്നും പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ട്. ഇത് അനഗ്രാം ആണോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് പൈത്തൺ യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ലെങ്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലെങ്ത് ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് അനഗ്രാം ആണെന്ന് കൺഫേം ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഫ് len of a ഈക്വൽ ടു len of b. ഓക്കെ, ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ പാസ്. ഓക്കെ, അല്ലെങ്കിലോ എൽസ് പ്രിന്റ് എന്തുവാണ്, ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്താ അനഗ്രാം അല്ല. ഓക്കെ, ഇനി ലെങ്ത് ഈക്വൽ ആണെങ്കിലോ, ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഞാനിവിടെ ഫോർ ലൂപ്പ് കൊടുക്കണം. ഫോർ i in a. ഓക്കെ, സോ എടുത്തിട്ട് ഞാനിവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇഫ് എ ഡോട്ട് കൗണ്ട് ഓഫ് ഐ, എയിൽ ഐയിലെ വാല്യൂള്ള കൗണ്ട് ഈക്വൽ ടു ബി ഡോട്ട് കൗണ്ട് ഓഫ് ഐ ആണെങ്കിൽ, ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അതെന്താണ്, പ്രിന്റ് അത് അനഗ്രാം വേർഡാണ്. ഓക്കെ, ദെൻ ബ്രേക്ക് കൊടുത്തു. ഇനി ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ എൽസ് പ്രിന്റ് നോട്ട് അനഗ്രാം. ഓക്കെ, സോ നമ്മളത് കൊടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ റൺ ചെയ്യുവാണ്, അനഗ്രാം വേർഡാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ഇയും കൂടെ എക്സ്ട്രാ കൊടുക്കുവാണ്, ചെക്ക് ചെയ്യാൻ നോക്കാം. ദെൻ റൺ ചെയ്തു, നോട്ട് എൻ അനഗ്രാം വേർഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എയുടെയും ബിയുടെയും ലെങ്ത് ചെക്ക് ചെയ്തു. ഒരേപോലത്തെ ലെങ്ത് ആണെങ്കിൽ അത് ഈ കണ്ടീഷൻ ഫോളോ അപ്പ് ചെയ്യും, അല്ല എങ്കിൽ നോട്ട് എൻ അനഗ്രാം. ഇനി കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഞാനിവിടെ എ ഫോർ ലൂപ്പിൽ എ എടുത്തിട്ട് എയുടെ അകത്ത് ഫസ്റ്റ് വാല്യൂ ഐ വരും. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എൽ ആണ്. സോ എല്ലിൻ്റെ കൗണ്ട്, എക്കകത്തുള്ള എല്ലിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ബിയിലുള്ള എല്ലിൻ്റെ കൗണ്ടുമായിട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ അത് അനഗ്രാം വേർഡാണ്. ദെൻ ബ്രേക്ക് ചെയ്തു. ഇനി ഈക്വൽ അല്ലെങ്കിലോ നോട്ട് അനഗ്രാം വേർഡ്. സോ ഐ എൽ ചെക്ക് ചെയ്യുന്നു, ഐ ചെക്ക് ചെയ്യുന്നു, എസ് ചെക്ക് ചെയ്തു, ടി ചെക്ക് ചെയ്തു, ഇ ചെക്ക് ചെയ്തു, എൻ ചെക്ക് ചെയ്തു. ഇത് എയിലും ചെക്ക് ചെയ്യും, ബിയിലും ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് അനഗ്രാം വേർഡ് ആണോ ഇല്ലയോ എന്ന് പൈത്തണിൽ കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പ വഴി.